വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു ഹംപി ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ പെട്ട ഒരു സ്ഥലമാണ് ഹംപി. പഴയ വിജയനഗര സാമ്രാജ്യ തലസ്ഥാന നഗരമായിരുന്നു. ഇന്ത്യയിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഹംപി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 9:10 എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9 മണിക്ക് ബാംഗ്ലൂർ എത്തുന്ന ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് ബാംഗ്ലൂർ എത്തുക. യാത്ര പകൽ സമയത്തായതുകൊണ്ട് സെക്കൻഡ് സിറ്റിംഗ് ആണ്. 215 രൂപയാണ് ഒരാൾക്ക് നിരക്ക് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് രാത്രി 9:50 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ഹംപി എക്സ്പ്രസ് രാവിലെ 7 മണിക്ക് ഹംപിക്ക് അടുത്തുള്ള ഹോസ്പെട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. ജനറൽ ടിക്കറ്റിന് വെറും 135 രൂപയും റിസർവേഷന് സെക്കൻഡ് ക്ലാസ് റിസർവേഷന് 245 രൂപയുമാണ് നിരക്ക് വരുന്നത്. ഹോസ്പേട്ട് എന്ന് പറയുന്ന ഒരു വളരെ തിരക്ക് കുറഞ്ഞൊരു ജംഗ്ഷനാണ്. അതുകൊണ്ട് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യുന്നതിനായിട്ട് ഓട്ടോറിക്ഷക്കാരുണ്ടാവും. ഒരു ദിവസം ഹംപി ചുറ്റി കാണിക്കുന്നതിന് 2000 2500 ഒക്കെ പറയും. ഒരു സംസാരിക്കുകയാണെങ്കിൽ 1000 1200 അവർ സമ്മതിക്കും. ഹംപിയിൽ 2 വീലർ വാടകയ്ക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 700 രൂപയാണ് ഒരു ദിവസത്തേക്ക് റെൻറ്റ് വരുന്നത്. പിന്നെ ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. അതുകൂടാതെ 40 ഡിഗ്രി ചൂടാണ്. ഭയങ്കര വെയിലും കൊണ്ട് നമ്മുടെ ലഗേജും കൈപ്പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ നന്നായി ക്ഷീണിക്കും. അതുകൊണ്ട് ഓട്ടോറിക്ഷ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓട്ടോ ഡ്രൈവർമാരുടെ കയ്യിൽ ഹംപിയുടെ ഈ ഒരു മാപ്പ് ഉണ്ടാവും. നമുക്ക് കാണേണ്ട എല്ലാ സ്ഥലങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംപിയിൽ പ്രധാനമായും കാണേണ്ട സ്ഥലങ്ങൾ വിത്താല ടെമ്പിൾ, പിന്നെ സ്റ്റോൺ ചാരിയറ്റ്, നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന ഈ ഒരു സ്റ്റോൺ ചാരിയറ്റ്, കിങ് ബാലൻസ്, നരസിംഹ ടെമ്പിൾ, അഷ്ടഭുജംഗ പുഷ്കരണി, ചന്ദ്രശേഖര ടെമ്പിൾ, ക്യൂൻസ് ബാത്ത് തുടങ്ങി നിരവധി ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം 10-15 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. നമ്മൾ ഓട്ടോറിക്ഷ എടുത്തതുകൊണ്ട് ഓട്ടോ ഡ്രൈവർ എല്ലാ സ്ഥലങ്ങളെ പറ്റി അത്യാവശ്യം പറഞ്ഞു തരികയും ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കാണിച്ചു തരികയും ചെയ്യും. വൈകുന്നേരത്തോടു കൂടി തുംഗഭദ്ര നദിയുടെ ഒരു കരയിലുള്ള ഹംപിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം നമുക്ക് കണ്ടു കഴിയാം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഹോസ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 കിലോമീറ്റർ മാറി കമലാപുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഹംപിയുടെ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം. കമലാപുരയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ തുംഗഭദ്ര നദിയുടെ മറുകരയിലായി അനഗുടി എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി എത്തി നമുക്ക് റൂം എടുക്കാം. 600-700 രൂപയ്ക്കൊക്കെ ഡബിൾ റൂം ഇവിടെ കിട്ടുന്നതാണ്. ഹംപിയിലെ 2ാം ദിവസം പ്രധാന കാഴ്ച അഞ്ജനാദ്രി ഹില്ലാണ്. അനഗുഡിയിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ് അഞ്ജനാദ്രി ഹില്ലുള്ളത്. ഏകദേശം 575 സ്റ്റെപ്പ് കയറി വേണം ഈ ഹില്ലിന് മുകളിലെത്താൻ. അഞ്ജനാദ്രി ഹില്ലിൻ്റെ മുകളിലായി ഒരു ഹനുമാൻ ക്ഷേത്രവും മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. അഞ്ജനാദ്രി ഹില്ല് കണ്ട് ഇറങ്ങിയതിന് ശേഷം അതിനടുത്തുള്ള 1-2 വ്യൂ പോയിൻ്റ് കൂടി കണ്ടതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി തുംഗഭദ്ര ഡാമിലെത്താവുന്നതാണ്. മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റും മ്യൂസിക്കൽ ഡാൻസും തുംഗഭദ്ര ഡാമിൽ കാണാവുന്നതാണ്. ഡാമൊക്കെ സന്ദർശിച്ച് ഡിന്നർ കഴിച്ചതിന് ശേഷം രാത്രി 9 മണിയോടുകൂടി ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. രാത്രി 9:10 ഹംപി എക്സ്പ്രസ് ബാംഗ്ലൂരിലേക്ക് രാവിലെ 5:50 ബാംഗ്ലൂർ സെൻട്രലിൽ ഇറങ്ങാവുന്നതാണ്. തുടർന്ന് രാവിലെ 6:10 ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം എക്സ്പ്രസ് വൈകുന്നേരം 4:10 എറണാകുളത്ത് ഇറങ്ങാവുന്നതാണ്. ഇതുപോലൊരു ഹംപി ട്രിപ്പ് നടത്തിയതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. 2-3 ആളുകൾ ഒരുമിച്ച് ഈ യാത്ര നടത്തുകയാണെങ്കിൽ ചെലവ് 1000 രൂപയിൽ താഴെ നമുക്ക് നിർത്താവുന്നതാണ്. ഞങ്ങളുടെ ഹംപി ട്രിപ്പിൻ്റെ വീഡിയോ 3 ഭാഗങ്ങളായിട്ട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലുള്ള ലിങ്ക് വഴി ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് മുഖേന ചോദിക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.